വന്നോലെ തീരുമാനിക്കരുത്, അത് ഞങ്ങൾ തീരുമാനിക്കുന്നോ? ദുബായിൽ ഒരു സംഭവം ഉണ്ടായി 3 ആഴ്ചകൾക്ക് മുമ്പ്. നിങ്ങൾ കേട്ടോളൂ, നിങ്ങളെ ഹൃദയത്തിൽ തങ്ങി നിൽക്കും. ഒരു തായ്ലാന്റുകാരൻ എയർപോർട്ടിൽ വരികയാണ്. അയാളുടെ ലീവ് കഴിഞ്ഞിട്ട് വരികയാണ്. തായ്ലാന്റുകാരൻ ലീവ് കഴിഞ്ഞിട്ട് വരികയാണ്. തായ്ലാന്റുകാരൻ വരുമ്പോ ലീവ് കഴിഞ്ഞിട്ട് വരുമ്പേ അവന്റെ ബോക്സില് ജീവനുള്ള ഒരു പാമ്പ്, 5-6 കിലോ വലുപ്പമുള്ള വലിയൊരു പാമ്പ്. എയർപോർട്ടിൽ വലിയ പ്രശ്നമായി. എയർപോർട്ട് പ്രശ്നമായപ്പോ അയാൾ പറയാണ്, ദിസ് ഈസ് മൈ ഫുഡ്, ഇതിന്റെ ഭക്ഷണ ചങ്ങായിമാരെ. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വരുമ്പോ എന്റെ കുടുംബക്കാരൻ ഞങ്ങളെല്ലാം കൊണ്ടുവന്നാണ് ജീവനുള്ള ഈ 5-6 കിലോ ഉള്ള പാമ്പ്. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഞാൻ ആദരപൂർവ്വം സ്വാമിയെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയണം, സർ നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയാനാണ്. ഈ കക്ഷി പറയണെന്നറിയോ, എന്റെ രാജ്യത്ത് ഞങ്ങളുടെ നല്ല ഭക്ഷണം എനിക്ക് കുറെ ദിവസം കട്ട് ചെയ്ത് പാകപ്പെടുത്തി തിന്നാനുള്ള അത് പറഞ്ഞപ്പോ എയർപോർട്ടിൽ അധികൃതർ ആകെ ബേജാറ്. ഇനി എന്തോ ചെയ്യാൻ പറ്റും, എന്റെ ഭക്ഷണം അല്ലത്. ഇപ്പം ഇവിടുന്ന് ചമ്മന്തിയും ഇവിടുന്ന് കല്ലുമക്കായും ഒക്കെ മലയാളി ഇവിടുന്ന് കൊണ്ടുവരിക. ഓനോ എന്റെ ഭക്ഷണമായിട്ട് കൊണ്ടുവന്ന് 5-6 കിലോ ഉള്ള പാമ്പാ. ഇനി നിങ്ങൾക്കറിയോ ചൈനയെ പോയാലും ഇവിടെ ഉണ്ടോ? ഒന്ന് കൈമൊന്നിച്ചാട്ടെ. ചൈനയെ പോയാലുണ്ടോ? അതെ, ചൈനയെ പോലുണ്ട്. നോക്ക് മക്കളെ, ചൈനയിലും തായ്ലാന്റിലും പല രാജ്യങ്ങളിലും എന്തറിയോ, ചൈനയിലെ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ ഗ്ലാസ് ബ്ലോക്കിൽ കുറെ പാമ്പ് ഇങ്ങനെ കഴിഞ്ഞെടുക്കുക. എന്തിനാ? അവിടെ വരുന്നവർക്ക് ഫുഡ് അടിക്കാൻ. ഫാസ്റ്റ് ഫുഡ്. എന്താ ഫാസ്റ്റ് ഫുഡ്? അവിടെ ചെന്നിട്ട് ആ ഗ്ലാസ്സിൽ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ പാമ്പ്. അപ്പൊ 2 ഇർക്കാലിട്ടിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പഠിക്കും, അവിടെ കൊടുക്കും, അങ്ങനെ തിന്നു. ഇവിടുന്ന് ഇന്ത്യക്കാര് ചെന്നിട്ട് കുറച്ചാൾ എന്നിട്ട് പാമ്പ് ഞങ്ങളെ പടച്ചോനാ കൊന്ന എന്നെ വിടൂല. എത്ര ലക്ഷം തായ്ലാന്റുകാരെ കൊല്ലേണ്ടി വരും, എത്ര ലക്ഷം ചൈനക്കാരെ കൊല്ലേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരോട്, നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചവരോട് നിങ്ങൾ പറ, ഇത് മനുഷ്യത്തല്ല, ഇത് മതമല്ല, ഇത് മതാന്തതയാണ്. ലോകത്ത് എലീനെ തിന്നുന്നവരുണ്ട്, എലിയെ തിന്നുന്നവരുണ്ട് സുഹൃത്തുക്കളെ. ഗണപതിയുടെ വാഹന എലി. ആർക്ക്? അത് വിശ്വസിക്കുന്നവര്. എലീനെ തൊടണ്ട, ഓൻ എലീനെ കൊല്ലണ്ട, എന്നെ ഓൻ എലീനെ വെച്ച് ആരാധിക്കണോ? ആരാധിച്ചോട്ടെ, ഇതിനോട് ആർക്കാ പ്രശ്നം? പക്ഷേ കപ്പ കൃഷി നടത്തുന്ന ബഷീർക്ക് എലിവേഷം വെച്ച് എലീനെ കൊന്നാൽ ബഷീർഖാനെ തച്ചൊല്ലാൻ നാളെ ഹിന്ദുക്കൾ വരരുത്. ഞാൻ പറയണ നിങ്ങൾ ശരിക്കും മനസ്സിലാക്ക്. ഇത് വേറെ ആരും പറയില്ല നിങ്ങളോട്. മഹാഭാരത യുദ്ധം നടക്കുമ്പോ ദുര്യോധനൻ ഗാന്ധാരിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അമ്മേ നമ്മൾ ജയിക്കുമോ? ആ അമ്മ പറയാ, യഥോ ധർമ്മസ്തോ ജയാ, യഥോ ധർമ്മസ്തോ ജയ. എവിടെ വിജയം, എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയം. അപ്പൊ ധർമ്മമാണ് ജയിക്കേണ്ടത്, അധർമ്മം ജയിക്കാൻ പാടില്ല. അധർമ്മം ഹിന്ദുവിന്റെ കയ്യിലാണ് ജയിക്കരുത്, മുസ്ലിമിന്റെ കയ്യിലാണ് ജയിക്കരുത്, ക്രിസ്ത്യാന്റെ കയ്യിലാണ് ജയിക്കരുത്, രാജ്യം ഭരിക്കുന്നവരുടെ കയ്യിലാണെങ്കിൽ ജയിക്കരുത്. രാജ്യത്തിലെ പ്രതിപക്ഷമാണ് അധർമ്മത്തിലെങ്കിൽ പോലും ജയിക്കരുത്. ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും നമുക്ക്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു തെറ്റ് ചെയ്താൽ തെറ്റാന്ന് കുഞ്ഞാലിക്കുട്ടി പറയോ? കേരള യാത്ര നടത്തുമ്പോ പറയോ? കുമ്മനം രാജശേഖരൻ BJPക്ക് ഒരു തെറ്റുപറ്റിയ തെറ്റാന്ന് പറയോ? CPM-ലെ പിണറായി വിജയൻ സാർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് ഒരു തെറ്റുപറ്റിയ തെറ്റാന്ന് പറയോ? അങ്ങനെ പറയുന്ന ഒരു ലോകം ഉണ്ടാവോ? അതാ നമ്മുടെ സമ്മേളനത്തിന്റെ ആത്മാവ്. അങ്ങനെ ഉണ്ടാവണം. ഇത് തെറ്റാണ്, ഇത് ശരിയല്ല എന്ന് പറയണേ. നിങ്ങൾ അത്ഭുതകരമായി മറ്റൊന്ന് കേട്ടോളൂ. അമ്പിയാക്കൾക്കെല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ട ജീവി ഏതായിരുന്നു എന്നറിയോ നിങ്ങൾക്കാർക്കെങ്കിലും? ഇസ്ലാമില് പ്രവാചകന്മാർക്കല്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആട് ഉണ്ടായിരുന്നു. ആട്. ഞാൻ പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ ഉൾപ്പെടെയുള്ള സകല പ്രവാചകന്മാരും ആടിനെ മേച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടുകുട്ടിയെ എടുത്ത് മുത്തിയിട്ടുണ്ട്, ചുംബിച്ചിട്ടുണ്ട്, കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, ആടിന്റെ അകിടിൽ നിന്ന് പാല് ചൊരിഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആടുകളെ വളർത്തി. അപ്പൊ മൂസാ നബിയോട് തൂർ സീനാ പർവ്വതത്തിൽ